ഒറ്റപ്ലാമൂട്ടി ശോശ, അതായത് ഈ നിൽക്കുന്ന കുന്നേരൗതക്കുട്ടിയുടെ കെട്ടിയോടതള്ള. തിരുമേനി ഈ കുപ്പായം വിട്ടുപോയെങ്കിലും അവരിപ്പോഴും അവിടുത്തേക്ക് കൂടപ്പറന്ന് പെങ്ങള് തന്നെ അല്ലയോ? ആ ഇഡിയോട്ടിക് ഈ പറ്റൻ സമുദായത്തിൽ രണ്ട് പ്രമാണിമാര് തമ്മിൽ സ്പർദ്ധ വേണ്ടാന്ന് ഞാൻ കരുതിയുള്ളൂ. ബട്ട് യു ടെറിബിളി മിസ്റ്റേക്ക്. എടോ, ഈ കുപ്പായത്തിന്റെ മഹിമ അറിയണമെങ്കിലേ കള്ളും കള്ളച്ചാരവും വിറ്റുകിട്ടുന്ന പണം കൊണ്ട് കണ്ട പിച്ചക്കാത്ത് വെച്ചുടമ്പി നാട്ടുകാരുടെ മുമ്പ് എളിഞ്ഞാ പോരാ. ഇവരെയൊക്കെ പോലെ പാരമ്പര്യം വേണം, ജനുസ് വേണം, കുടുംബ മഹത്വം വേണം, കുറഞ്ഞ പക്ഷം കുറച്ച് അക്ഷരാഭ്യാസങ്ങളും വേണം. യു ആർ ബട്ട് ടു ഇറവറന്റ് ആൻഡ് ഔട്ട് സ്പോക്കൺ. നേരാ തിരുമേനി, ഈ പച്ചൻ പള്ളിക്കുടുത്ത് പോയിട്ടില്ല. മരം വെട്ടുകാരനായിരുന്നു എന്റെ അപ്പൻ. കൺമുമ്പി വെച്ച് എന്റെ അമ്മച്ചിയെ കയറി പിടിച്ച റേഞ്ചർ സാഹിബിനെ ഒറ്റ വെട്ടിന് 2 തുണ്ടാക്കിയിട്ട് എന്റെ അപ്പൻ ജയിലിൽ കയറുമ്പോ എനിക്ക് 9 വയസ്സ്. കഴുമരത്തെന്ന അപ്പന്റെ ശവമിറക്കി ഇങ്ങനെ കയ്യിലോട്ട് വാങ്ങിക്കുമ്പോ അന്നെന്റെ 10ാമത്തെ പിറന്നാളാണ്. പനമ്പായ പൊതിഞ്ഞു കെട്ടി 3ാം പക്കം എന്റെ അപ്പനെ പള്ളി വിട്ടിട്ടുകൊണ്ട് ഇറക്കുമ്പോ എന്റെ കണ്ണിന്റെ മുമ്പിൽ ഇപ്പോഴും ഞൊളയ്ക്കുവാ തിരുവേനി. ഈ നീളത്തിലുള്ള കൃമികള് അപ്പന്റെ മൂക്കിന് വായുന്നു. അന്ന് മൂക്ക് പൊത്തിക്കൊണ്ട ഇതുപോലത്തെ കുപ്പായമിട്ട തിരുമേനിമാര് അപ്പന്റെ ശവത്തിന് ചാട്ടിയത് എടുത്ത് തെമ്മാടിക്കുഴി കൊണ്ട് തള്ളിക്കോളാൻ. അന്യം വേർക്കുന്ന കാശ് കൊണ്ട് അപ്പം തിന്ന് വീഞ്ഞും കുടിച്ച് കോണ്ടാസയിലും ബെൻസയിലും കയറി നടക്കുന്നവരുടെ പളവളത്തെ കുപ്പായത്തോട് അന്ന് തീർന്ന തിരുമേനി ബഹുമാനം. ഇപ്പൊ എനിക്ക് അതിനോട് തിരുമേനി ഇംഗ്ലീഷിൽ പറഞ്ഞ സാധനമാ. എന്നാടാ നീ തലകുലിക്കല്ലോ? ഇറവറൻസ്, ബഹുമാനക്കുറവ്. കേട്ടോ തിരുമേനി, കർത്താവിന്റെ കാര്യത്തിലും അതെ, കള്ളു കച്ചവടത്തിലും അതെ. എനിക്കൊരു മെത്രാത്തിന്റെ ഇടനില വേണ്ട. മനസ്സിൽ വെച്ചോ തിരുമേനി, ഐ ആം ഔട്ട് സ്പോക്കൺ. ആടാ